ഈ ഒരു റിസോർട്ടിലെ തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസും അതിന് പുറമെ സ്റ്റാൻഡേർഡ് ടൈപ്പ് ട്രീ ഹട്ട് അതിനോടൊപ്പം തന്നെ പ്രീമിയം കാറ്റഗറിയുള്ള ട്രീ ഹട്ടും നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. അത് കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഐ ബട്ടണിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അത് കണ്ട ശേഷം ഇവിടെ കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹെറിറ്റേജ് ടൈപ്പിലുള്ള ഈ ഒരു ട്രീ ഹട്ടാണ്. നമുക്കുള്ളിൽ ചെന്നിട്ട് ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസാണ് കൊടുത്തിട്ടുള്ളതെന്ന് കണ്ടിട്ട് വരാം. 5 പേർക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഈ ഒരു കോട്ടേജ് സ്റ്റേ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു റൂമും അതേപോലെ തന്നെ അപ്പർ പോർഷനിൽ ഒരു റൂമും വരുന്നുണ്ട്. നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഇവിടുത്തെ ഈ ചെറിയൊരു ഹാളിലേക്കാണ്. ഇവിടെ ഒരു മിനി ടേബിളും 2 ചെയറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വിൻഡോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ പുറത്തുള്ള വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ കംപ്ലീറ്റ് വുഡാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഫ്ലോർ ഉൾപ്പെടെ എല്ലാം വുഡാണ്. ഇനി നമുക്ക് ആദ്യത്തെ റൂമൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ആദ്യത്തെ റൂം. നിങ്ങൾക്ക് ക്യാമറയിൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കൊടുത്തിട്ടുള്ളത്. ബെഡും കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പറായിട്ടും നീറ്റായിട്ടും അവർ ചെയ്തിട്ടുണ്ട്. ഹൗസ് കീപ്പിംഗ് വളരെ പ്രോപ്പറായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് AC കൊടുത്തിട്ടുള്ളത്. അതിന് പുറമെ വാൾ ഫാനും അതേപോലെ തന്നെ ഈ ഭാഗത്തായിട്ടാണ് നിങ്ങൾക്ക് ചാർജിങ് പോയിൻ്റ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെയാണ് ഷെൽഫ് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ലഗേജോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കീപ്പ് ചെയ്യാം. അവർ ഈ ഒരു സ്ഥലം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ടാണ് ഒരു ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിന് നല്ല സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ എല്ലാ അമ്യൂണിറ്റീസും അവർ ഈ ഒരു ബാത്റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാട്ടർ ഹീറ്റർ ആണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മിറർ, വാഷ് ബേസ്, വേസ്റ്റ് ബിൻ എല്ലാ കാര്യങ്ങളും അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം വളരെ നീറ്റായിട്ടും ക്ലീനായിട്ടും ഡ്രൈ ആയിട്ടും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂമിൻ്റെ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബാൽക്കണി വ്യൂ ആണ്. അതായത് മുകളിൽ കൊടുത്തിരിക്കുന്ന റൂമിനും താഴെയുള്ള റൂമിനും കൂടെ കോമൺ ആയിട്ടാണ് ഈ ഒരു ബാൽക്കണി വരുന്നത്. ഇവിടെ വന്ന് നിന്നാൽ നിങ്ങൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു കോഫി പ്ലാന്റേഷനും അതേപോലെ തന്നെ ഈ ഒരു ഫോറസ്റ്റ് ആംബിയൻസും നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും. പിന്നെ നല്ല തണുത്ത കാറ്റും എപ്പോഴും ഇങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും. ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് ഫീൽ ആവും. നിങ്ങളിപ്പോൾ അത്യാവശ്യം നല്ല ബിസി വർക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം കേട്ടോ. കാരണം അത്രയും നല്ലൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് വേറെ ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലെ റൂമൊന്ന് കണ്ടിട്ട് വരാം. അവർ ഈ ഒരു സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഈ ഒരു മെയിൻ ഹാളിലാണ് കേട്ടോ. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. ഇതുവഴി വേണം നമുക്ക് മുകളിലെത്താൻ. ഇതാണ് തൊട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ബെഡ്. അത്യാവശ്യം ഒരു 3 മെമ്പേഴ്സിന് വരെ കംഫർട്ടബിളായിട്ട് ഈ ഒരു ബെഡിൽ സ്റ്റേ ചെയ്യാൻ സാധിക്കും. പിന്നെ റൂമിന് അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ബെഡിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഗ്ലാസ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ പുറത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഒരു വിൻഡോ വഴി കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ മറ്റ് വിൻഡോസിൻ്റെ കർട്ടൻസ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഉള്ളിലേക്ക് നല്ല ലൈറ്റും നമുക്ക് കിട്ടുന്നതായിരിക്കും. മുകൾ ഭാഗത്ത് അവർ AC കൊടുത്തിട്ടില്ല. ACക്ക് പകരം വാൾ ഫാനാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഒരു ഈവനിങ് ഒരു 4 മണിയൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പ് ഇവിടെ ഉണ്ടാവും. അത് ആ സമയത്ത് നമുക്ക് ACയോ ഫാനൊന്നും ആവശ്യമായിട്ട് വരില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കോട്ടേജിൽ അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹെറിറ്റേജ് ടൈപ്പ് കോട്ടേജിലെ A to Z കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും മനസ്സിലാവാത്തതായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ വാച്ച് ചെയ്യാം. അതിനുശേഷം ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോവാം. മാക്സിമം 5 പേർക്കാണ് ഈ ഒരു കോട്ടേജ് സ്റ്റേ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ കോമൺ പൂളാണ് കൊടുത്തിട്ടുള്ളത്. പ്രൈവറ്റ് പൂളായിട്ടുള്ള ഒരു കോട്ടേജും തന്നെ ഇവിടെ കൊടുത്തിട്ടില്ല. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെയാണ് ബുക്ക് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് അയച്ചു തരിക. അതിൻ്റെ കൂടെ നിങ്ങളൊരു മെസ്സേജ് ഞങ്ങൾക്ക് അയക്കുന്ന സമയത്ത് തന്നെ ഒരു ഫോം വരുന്നതായിരിക്കും. ആ ഫോം കൃത്യമായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് ഫില്ലപ്പ് ചെയ്ത ശേഷം ഞങ്ങൾക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ സാധിക്കും. അത്രയും ഈസി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഫോം ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ വയനാട്ടിലാണെങ്കിലും അതേപോലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും ശരി, ഇതേപോലത്തെ നല്ല നല്ല റിസോർട്ടുകൾ സെലക്ട് ചെയ്ത് കൃത്യമായിട്ട് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് അതിൽ നിന്നും ഞങ്ങൾക്ക് തൃപ്തി വന്ന റിസോർട്ടുകളുടെ വീഡിയോസ് ഇതേപോലെ ഞങ്ങൾ റിവ്യൂ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.